പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വായിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വേള ഒരു അസമയത്ത് വീടിൻ്റെ പുറത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു വരുമ്പോൾ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും പുറത്തുണ്ട്. അവർ രണ്ടുപേരോടും റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ ഈ സമയത്ത് പുറത്ത്? ഈ ആ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തു വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, പ്രവാചകരെ, അൽജുഅ, വിശപ്പാണ്, വിശന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, വിശപ്പിന് എന്തെങ്കിലും പരിഹാരം കിട്ടുമെന്ന് കണക്കാക്കി പുറത്തിറങ്ങിയതാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഈ സമയത്ത് പുറത്തു കൊണ്ടുവന്ന അതേ വിശപ്പാണ് എന്നെയും ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത്. എന്തെങ്കിലും കഴിച്ചേ തീരൂ. ഒരു നമുക്ക് പ്രതീക്ഷയുള്ളൊരിടമുണ്ട്. എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ, എനിക്ക് വേണ്ടി വിരുന്നൊരുക്കാൻ ആഗ്രഹിക്കുന്ന, അതിന് തൽക്കാലം ശേഷിയുള്ള ഒരു സുഹൃത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഈ മൂവർ സംഘം കടന്നു ചെന്നു. സലാം പറയുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മറുപടി പറയുന്നത്, അദ്ദേഹം ഇവിടെ ഇല്ല, ഇപ്പോൾ വരും, നിങ്ങൾ 3 പേരും ഇരിക്കണം, ഇപ്പോൾ തന്നെ അദ്ദേഹം മടങ്ങി വരും, വെള്ളമെടുക്കാൻ പോയതാണെന്ന്. വെള്ളമെടുത്ത് മടങ്ങി വന്ന ആൾ കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകൻ്റെ പ്രിയപ്പെട്ട 2 കൂട്ടുകാരെയുമാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന് സർവസ്തുതിയും, ഇന്ന് ഈ ദുനിയാവിൽ ഈ ദിവസത്തിൽ ഏറ്റവും നല്ല വിരുന്നുകാരെ കിട്ടിയവൻ ഞാൻ തന്നെയാണ്. എന്നെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു ആതിഥേയനും ഈ ദിവസത്തിൽ ഉണ്ടാവില്ല. അത്രയും നല്ല അതിഥികളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം വളരെ ധൃതി പിടിച്ചുകൊണ്ട് തോട്ടത്തിലേക്ക് ഇറങ്ങി. ആ തോട്ടത്തിൽ നിന്ന് പഴുത്തതും ഉണക്കയും അതുപോലെ തന്നെ ഈത്തപ്പഴങ്ങളും മുന്തിരികളും പ്രവാചകൻ്റെയും സുഹൃത്തുക്കളുടെയും മുമ്പിലേക്ക് വെച്ചു. കഴിക്കാൻ പറഞ്ഞു. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറി ഒരു കത്തിയും എടുത്ത് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ആടിനിറത്ത് നമുക്ക് കറിയാക്കാം, അല്പം ആഹാരം ഉണ്ടാക്കാൻ നബി എന്ന് പറയുമ്പോൾ റസൂൽ പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ്, കറവ മൃഗത്തെ അറുക്കാൻ നിൽക്കേണ്ട കേട്ടുവന്ന്, കറവയുള്ളതിനെ അറുക്കാൻ നിൽക്കേണ്ട എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി ഒരു ആട്ടിൻകുട്ടിയെ അറുത്തു, അതിനെ പാചകം ചെയ്തു, ഭക്ഷണമുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടുകാരും ആ വീട്ടിലെ ആതിഥേയരും ഒക്കെ അത് ഭക്ഷിച്ചു. പുറത്തിറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കർ, ഉമർ, ഈ വിശന്ന് പുറത്തിറങ്ങി നമുക്കിന്ന് വിശപ്പടക്കാനുള്ള ഭക്ഷണം നൽകിയവൻ അള്ളാഹുവാണ് കേട്ടോ. വലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ കഴിച്ച ഭക്ഷണത്തിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ വിശന്ന് കഴിച്ച ഒരു ഭക്ഷണത്തിന് പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്കുണ്ടോ നബിയെ എന്ന്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ടോ നബിയെ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ, അതേ, വലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു അനുഗ്രഹത്തിൻ്റെ വിഷയത്തിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അനുഗ്രഹിക്കുന്ന ഏതൊരു അനുഗ്രഹവും, അത് നമ്മൾ ദാഹിച്ചു കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും, വനുർവിയക മിനൽ മാഇൽ ബാരിദ്, ദാഹിച്ചപ്പോൾ കുടിക്കാൻ വേണ്ടി നല്ല തെളിനീര് പച്ചവെള്ളം നിനക്ക് നൽകിയില്ലേ എന്ന് നിന്നോട് ചോദിക്കുന്നൊരവസ്ഥയുണ്ടാകും പരലോകത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹം ഒരുപാട് ലഭ്യമായവരാണ്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി ഒരു മനുഷ്യൻ മെനക്കെട്ടാൽ അവനെ കൊണ്ടത് സാധ്യമാകില്ല. അത്രത്തോളം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രമേൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ആസ്വദിക്കുമ്പോൾ ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഒരു ദിവസം വരാനുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ വിശന്ന് കഴിച്ച ഭക്ഷണത്തിനും ദാഹിച്ചു കുടിച്ച വെള്ളത്തിനും അതിന് പോലും കണക്കുണ്ട് എന്ന് അങ്ങനെ കണക്ക് നോക്കുന്ന, അത്രയും ഇന്ന് വിശന്ന് കഴിക്കുന്ന ആഹാരത്തിലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുന്ന ഒരാളാണോ ദൈവമെന്ന് അങ്ങനെ ഒരു ആശങ്ക വേണ്ട. നിങ്ങൾ വിശന്ന് കഴിക്കണം, ദാഹിച്ചു കുടിക്കണം. അങ്ങനെ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് അല്ലാഹു പ്രതീക്ഷിക്കും, നിങ്ങൾ ഒരു നേരം ആഹാരം കഴിച്ചു, അൽഹംദുലില്ലാ, അതിൻ്റെ പുറകിൽ അള്ളാഹു ഉണ്ട്, പടച്ചവനാണ് എനിക്ക് അന്നം നൽകിയതെന്നൊരു ബോധ്യം, ആ ബോധ്യം നിങ്ങൾ അൽഹംദിലൂടെ രേഖപ്പെടുത്തിയാൽ അള്ളാഹു നിങ്ങളെ കൊണ്ട് തൃപ്തനാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ തലകുത്തി മറിയണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ്.
നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതാണ്. നമുക്ക് വിശക്കണം ആഹാരം കഴിക്കാൻ, നമുക്ക് ദാഹിക്കണം വെള്ളം കുടിക്കാൻ. അങ്ങനെ ദാഹിച്ചും വിശന്നും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആ അനുഗ്രഹത്തിന്റെ പേരിൽ പടച്ചവൻ നന്ദിയായ ഒരു വാക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തനാണ്. നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ ശരിയായ ഉത്തരം നൽകിയവരാണ്, തർക്കമില്ല. ഇതാണ് അടിസ്ഥാനപരമായി കുടിക്കുന്ന വെള്ളത്തിൽ പോലും ചോദ്യമുണ്ട് എന്ന് പറഞ്ഞതിന്റെ കാര്യം. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കാനുള്ള, ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിക്കുന്ന വെള്ളവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും എന്നതിലല്ല, അതിനുമൊക്കെ അപ്പുറത്ത് നമ്മളിവിടെ ഒരു ആർഭാട ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ പോലും ചോദ്യമുണ്ട് എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ഉടുക്കുന്ന വസ്ത്രവും നമ്മുടെ പാർപ്പിടങ്ങൾ, വിവാഹങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, ഇതിലെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടുന്ന ആഡംബരങ്ങളുണ്ടല്ലോ, ഇതിന് നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയുക എന്നൊരു വിഷയമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾ ചർച്ച ചെയ്ത വിഷയം എന്താണ്? അള്ളാഹു നൽകുന്ന സമ്പത്ത് എന്ന അനുഗ്രഹമാണ്. അതിന്റെ സമ്പാദനവും വിനിയോഗവും പ്രധാനപ്പെട്ട വിഷയമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, സവിസ്തരം ഓരോ മനുഷ്യനെയും വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവന്റെ മുമ്പിലേക്ക് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ എന്ന്. അൻമാലിഹി, നിന്റെ ധനം, നീ ജീവിച്ചിരുന്നപ്പോൾ ദുനിയാവിൽ പണം നിനക്ക് ആവശ്യമായിരുന്നു, ആ പണം നീ എങ്ങനെയാണ് സമ്പാദിച്ചത്, അതെങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് ചോദിക്കപ്പെടുകയും അതിന് മറുപടി പറയാതെ ഒരു മനുഷ്യന്റെ പാദം ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ സമ്പാദ്യമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, കഴിക്കാതെയും കുടിക്കാതെയും അങ്ങനെ പണം ചിലവാക്കാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ ചിലവാക്കിയ നമ്മൾ ജീവിക്കുന്നു. പക്ഷെ ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൽ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായ കണക്കുണ്ട്. അതിനു മുമ്പിൽ ചോദ്യമുണ്ടാകുമെന്നിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആർഭാടത്തിൽ ജീവിക്കുക? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞത്, മഹാദസ്സറഫു യാ സഅദ്, സഅദ് എന്ത് ആഡംബരമാണ് ഈ കാണിക്കുന്നത്, എന്ത് ആഡംബരമാണ് ഈ കാണിക്കുന്നതെന്ന്. അഫിൽ വുദൂഇ സറഫു യാ റസൂലല്ലാഹ്, വുദു എടുക്കുന്ന വെള്ളത്തിലും ഇസ്രാഫു നബിയെ, ഇതിലും ആഡംബരം, ഞാൻ വുദുവാണ് എടുക്കുന്നത് നബിയെന്ന്. അതെ, വൈൻകുന്താലാനഹരിഞ്ചാറ്, സമൃദ്ധമായി നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയിൽ നിന്ന് വുദു എടുത്താലും നിനക്ക് ആവശ്യമില്ലാത്ത ഒരു തുള്ളി വെള്ളമുണ്ടല്ലോ, അത് ആഡംബരമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒഴുകുന്നൊരു പുഴയിൽ നിന്ന് നീ ഒതു കൊടുക്കുകയാണെങ്കിൽ പോലും നിനക്ക് ആവശ്യമായതിൽ കവിഞ്ഞ് ഒരു തുള്ളി വെള്ളം നീ അധികം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആഡംബരമാണ് സഅദേ, അതിന് കണക്ക് പറയേണ്ടി വരുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആഡംബരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? സർവ്വ മേഖലയിലും എല്ലായിടത്തും കണക്ക് നോക്കിയാൽ ചിലവാക്കുന്നത്, ആവശ്യത്തിനാണ് വിനിയോഗിക്കുന്നത്. വിനിയോഗത്തിന്റെ വിഷയത്തിൽ ഖുർആൻ കൃത്യമായി ഒരു കണക്ക് പറയുന്നത്, ലുബ്ധിക്കാൻ പാടില്ല, ലുബ്ധിക്കാൻ പാടില്ല, നീ പിശുക്കനായി ഒന്നും ചിലവാക്കാതെ പിടിച്ചു വെക്കാൻ പാടില്ല, എന്നാൽ അതുപോലെ നീ കൈ അഴിച്ചിടാനും പാടില്ല. ഒരു കണക്ക് നോക്കാതെ ലാവിഷായിട്ട് അങ്ങ് അടിച്ചു തീർക്കുക, ആ പരിപാടിയുമില്ല. ഇതിന് രണ്ടിനും ഇടയിൽ മധ്യമായ ഒരു നിലപാടാണ് വിനിയോഗ രംഗത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ആവശ്യമായത് അത് കൃത്യമായി വിനിയോഗിക്കപ്പെടണം. അതിൽ കവിഞ്ഞാണെങ്കിൽ ആഡംബരമാണ്, അതിലും കുറച്ചാൽ പിശുക്കാണ്. ഇത് രണ്ടിനും ഇടയിൽ ഒരു സ്ഥാനമാണ് ഇസ്ലാം ഈ ക്രയവിക്രയങ്ങൾ ഉപയോഗിക്കുന്നത്, അവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ ഭക്ഷണം നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എവിടെയാണ്? നമ്മുടെ തീന്മേശ സംസ്കാരമുണ്ടല്ലോ, മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ തീന്മേശ സംസ്കാരം എന്നുള്ളത് അത്യാഡംബരമാണ്. ഒരു കറി കൂട്ടി ആഹാരം കഴിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു പരിപാടി നമുക്കില്ലെന്ന്. മേശ നിറഞ്ഞ ആഹാരം ഇരിക്കണം നമുക്ക്. മേശ നിറഞ്ഞ് വിഭവങ്ങൾ നിരത്താതെ ഒരു വിശ്വാസിക്ക് ആഹാരം ഇറങ്ങില്ല. അത്രത്തോളം ആഡംബരത്തിലാണ്. എത്ര ദാരിദ്ര്യം വന്നാലും ലോൺ എടുത്തിട്ടാണെങ്കിലും കണ്ട മീനെ കൂട്ടൂ. വലിയ വലിയ കഷ്ണമുള്ള മീൻ വേണം, അല്ലെങ്കിൽ മാംസം വേണം. എല്ലാ ദിവസവും മാംസവും, എല്ലാ ദിവസവും മീൻ കഴിച്ചാലും മടുപ്പില്ലാതെ പിന്നെയും കടം വാങ്ങിയിട്ടും ആഡംബരം കാണിക്കുന്ന ആൾക്കാർ. ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയ കുടുംബത്തോടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ആ മെനു കാർഡിൽ കാണുന്നതെല്ലാം ഓർഡർ ചെയ്യണം. ഒരു കണക്ക് നോക്കാറില്ല, നമുക്കിത് ആവശ്യമാണോ ഇല്ലെന്നുള്ളതല്ല, അതിന്റെ ഇപ്പുറത്തുള്ള വില പോലും നോക്കാറില്ല. ഈ വലിയ പൈസക്കാർ, അന്യജാതിക്കാർ നിങ്ങൾ ആലോചിക്കണം. വലിയ പൈസയുള്ള ആൾക്കാരായിരിക്കും, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവർ ഈ മെനുവിൽ ഇങ്ങനെ നോക്കിയിട്ട് ഉള്ളതിൽ വില കുറവുള്ള നോക്കും. ഉള്ളതിൽ ഏതാ വില കുറവെന്ന് നോക്കിയിട്ട് ഇത് മതിയെന്ന് ആദ്യം ഒന്നിടാൻ, ഒരെണ്ണം മതി, രണ്ടാമത് വേണമെങ്കിൽ പറയാന്ന് പറയും. നമ്മൾ അങ്ങനെയല്ലേ, ഉള്ളതിൽ ഏറ്റവും വില നോക്കും. വില നോക്കിയിട്ട് ഇപ്പുറത്ത് നോക്കുള്ളൂ. ഇതിന് പേര് പോലും മനസ്സിലാവില്ല. ഏതോ ഒരു ലാംഗ്വേജ്, ഇതായി സാധനം ഇങ്ങനെ കാണിക്കുള്ളൂ. ഇതായി സാധനം ഏറ്റവും വില കൂടിയത്, പോരട്ടെ, ഫുള്ള് പോരട്ടെ എന്ന്. സാധാരണ ക്വാർട്ടർ മതിയാകും, നിങ്ങൾക്ക് ഇത്രയും വേണ്ടി വരില്ല. ഇല്ലല്ല, ഫുള്ള് പോരട്ടെ എന്നാ. എന്നിട്ട് മിഞ്ചി വെച്ചിട്ട് ഇറങ്ങിപ്പോകും. ആലോചിച്ച് നോക്കണം, എത്ര ഗൗരവമുണ്ട് നമ്മൾ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, എത്ര ഗൗരവം കാണിക്കുന്നു ഈ ഉമ്മത്തെന്നുള്ളത്. എവിടെന്നാ പഠിച്ചത്? എവിടെന്നാ ഈ മതം തുടങ്ങുന്നത്? അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ച സംസ്കാരം എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന്. കഴിച്ചതിൽ എത്രയോ ബാക്കിയാണോ മേശപ്പുറത്ത് അവശേഷിക്കുന്നത്, വേസ്റ്റായിട്ട് തള്ളിയിട്ട് പോയത്. എന്നിട്ട് ടിപ്പും കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ എന്ത് സായുജ്യമാണ് വിശ്വാസിക്കുള്ളത്. കയ്യിൽ നിന്ന് വീണു പോകുന്ന ഒരു ആഹാരം
ഒരു ഉരുള ആഹാരം നിന്റെ കയ്യിൽ നിന്ന് വീണു പോയാൽ അത് വീണു പോയാൽ ആ ഉരുള ആഹാരം എടുത്തിട്ട് അതിന്റെ അഴുക്കും പൊടിയും തട്ടിക്കളഞ്ഞിട്ട് അത് കഴിക്കും മനുഷ്യ എന്ന് പഠിപ്പിച്ചൊരു പ്രവാചകൻ. ആ റസൂലിന്റെ അനുയായികളാണ് നമ്മൾ. എത്ര ആഹാരം പാഴാക്കി കളയുന്നത്. ഇത് എങ്ങനെ നമ്മളെ കൊണ്ട് സാധ്യമാവുമെന്ന് ആലോചിക്കണം. നമ്മുടെ ഇപ്പോൾ ഹോട്ടലിലൊരു സംസ്കാരം, ഹോട്ടൽ എന്ന് വെച്ചാൽ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് എന്ത് ആഹാരം ചോദിക്കുമ്പോൾ കൊണ്ട് കൊടുത്താൽ മതിയാവില്ല. അതിന്റെ ഇന്റീരിയൽ നോക്കും, അതിന് AC സംവിധാനം ഉണ്ടോ നോക്കും, അതിന് ഹൈജീനിക് ആണോ എന്ന് നോക്കും. പിന്നെ കൊടുക്കുന്ന ഒരു പ്ലേറ്റ് വെക്കണം, അത് കഴിഞ്ഞ് വേറൊരു പ്ലേറ്റ് കൊണ്ടുവരണം, അതിൽ പിന്നെ ഒരു സ്പൂൺ വെക്കണം, പിന്നെ വേറെ ഇങ്ങനെ കുറെ ആഡംബരങ്ങൾ കാണിച്ചാലേ കൊള്ളാം, നല്ല സർവീസാണ്, കൊള്ളാം, നല്ല സർവീസാണ്. അപ്പൊ അതുകൊണ്ട് നീ പറയും ആദ്യം ഒരു പ്ലേറ്റ് കൊണ്ടുവയ്ക്കും, പിന്നെ കൊണ്ടുവരുന്ന ബിരിയാണി ആയിരിക്കാം, ചോറായിരിക്കാം വേറൊരു പാത്രത്തില്. അത് ഈ കറണ്ട് ഇട്ട് പറണ്ടാൻ നമുക്കൊരു വിഷമമാണ്. ഇങ്ങനെ പറണ്ടിയ സൗണ്ട് കേൾക്കും. അതുകൊണ്ട് മുകളിലുള്ളത് മാത്രം. ഓരോ പാത്രത്തിലും എത്ര ചോറ് ബാക്കിയുണ്ടെന്നറിയുമോ? ഓരോ പാത്രത്തിലും എത്ര ചോറ് ബാക്കിയാകും. അത് വഴിച്ചെടുക്കാൻ നമുക്ക് നടക്കണം. ആൾക്കാർ പറയും എച്ചി എന്ന് പറയും, ഇങ്ങനെയുണ്ടോ ഒരാളെന്ന്. അങ്ങനെ പറയുമെന്ന് ആരാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്? ആരാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്? ഒരു പിടി വറ്റുപോലും കളയാതെ അതെന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അത് അഴുക്ക് പോരണ്ട, അഴുക്ക് മാറ്റിയിട്ട് കഴിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ വീടിനകത്ത് വീണ് കിടന്ന് നിലത്ത് കിടന്ന ഒരു ഈന്തപ്പഴം റസൂലുള്ളാഹി എടുത്ത് പൊടി തുടച്ചിട്ട് വായിലേക്കിട്ട് കഴിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോഴാണ് നമ്മൾ ഇത്രയും ആഹാരം പാഴാക്കുന്നത് എങ്ങനെ നമ്മളെ കൊണ്ട് സാധ്യമായെന്ന് ആലോചിക്കണം. എത്ര ഗൗരവമുള്ള വിഷയമാണ്. വിശപ്പിനേക്കാൾ വലിയ വികാരമൊന്നും ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കണം. വിശപ്പിനോളം ഭക്ഷണമല്ലാത്തൊരു മഹത്വം, ഭക്ഷണത്തിനുള്ളൊരു മഹത്വം മറ്റൊന്നിനും അവകാശപ്പെടാൻ കഴിയില്ല. വിശപ്പിനോളം മഹത്തായ ഒരു പ്രലോഭനവും മനുഷ്യൻ കടന്നു പോയിട്ടില്ല. ഈ ദലൈലാമയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഈ പട്ടിണി കിടന്ന് മരിച്ചുപോയൊരു കുഞ്ഞിന്റെ സംഭവം. ഒരു പട്ടിണി കിടന്ന് മരിച്ചുപോയ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ജഡമെടുത്തിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന മാതാപിതാക്കൾ വിശപ്പ് കാരണം സ്വന്തം കുഞ്ഞിന്റെ ജഡം പോലും കഴിക്കേണ്ടി വരുമെന്നൊരു ഗതിയിൽ മാതാപിതാക്കൾ എത്തിപ്പെട്ട അത്രയും വലിയ വിശപ്പിലേക്ക് തള്ളപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചരിത്രം കടന്നുപോയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇന്ന് ജീവിക്കുന്നു 3.1 മില്യൺ ആൾക്കാരാണ്. അഥവാ 31 ലക്ഷത്തോളം കുട്ടികളാണ് പ്രതിവർഷം വിശന്നിവിടെ മരിക്കുന്നത്. പ്രതിവർഷം ഈ ലോകത്ത് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശപ്പ് കാരണം പോഷകാഹാരങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ 31 ലക്ഷം പിഞ്ചുമക്കൾ പെർ ഡേ. എത്രയോ കുട്ടികൾ മരിക്കുന്നു. ഒരു മണിക്കൂറിൽ 3000-ലേറെ കുട്ടികൾ മരിക്കുന്നുണ്ട് ഈ ലോകത്ത്. അത്രത്തോളം കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കുന്ന ലോകത്താണ് നമ്മുടെ തീന്മേശ സംസ്കാരങ്ങളിൽ വേസ്റ്റുകൾ കൊണ്ട് കുമിയുന്നത്. ഇത് വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, ഹോട്ടലിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ എറിഞ്ഞിട്ട് പോവാണ്. ഇതെങ്ങനെ നമ്മളെ കൊണ്ട് സാധ്യമായി? ഇതെങ്ങനെ നമ്മളെ കൊണ്ട് സാധ്യമാകും? അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ ഈ തീൻമേശയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും മേശപ്പുറത്ത് ആഹാരം കഴിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും മയമുള്ള ഒരു പത്രി കഴിച്ചിട്ടില്ലാത്ത പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുവോളം നമ്മൾ ഈ തീന്മേശയിൽ ഞെളിഞ്ഞിരുന്നിട്ട് വലിയ വീരഗാഥകൾ പറഞ്ഞ് നമ്മൾ ഈ മൊബൈൽ നോക്കി, അതിൽ യൂട്യൂബും കണ്ട് ഫേസ്ബുക്കും കണ്ട് മദ്യം മറന്ന ആഹാരം കഴിച്ച് അവസാനം കുറെ അവശേഷിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആ മേശയിൽ നിന്ന് താഴേക്കൊന്ന് നോക്കണം. നിലത്ത് കുത്തിയിരുന്നിട്ട് ആഹാരം കഴിച്ചു പോയൊരു മനുഷ്യൻ, അതും പരിവരിക്കൻ റൊട്ടി കഴിച്ചിട്ട് ഒരു പരാതിയുമില്ലാതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ മാതൃക നമുക്കുള്ളത്. ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഭക്ഷണ മേഖലയിൽ ഇവിടെ മാത്രമല്ല, ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആർഭാടം നമ്മുടെ ഹോട്ടലിൽ തീരുന്നതല്ല. വിവാഹങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ വിവാഹ ആഘോഷങ്ങൾ, സത്യത്തിൽ നമ്മളിവിടെ ജീവിതം പഠിപ്പിക്കാൻ വന്നവരാണ്. പക്ഷെ ജനങ്ങളെ നശിപ്പിച്ചത് നമ്മളാണ്. നമ്മളെ ലോകത്തെ നശിപ്പിക്കുന്നതെന്ന്. ഇന്ന് എല്ലാവരും ലളിതമായി ജീവിക്കുന്ന ആൾക്കാരാണെന്നേ, അങ്ങനെ ജീവിച്ചു പോകുന്നത്. ഒരുപാടങ്ങും ആഭരണങ്ങൾ ധരിക്കാറുള്ള ക്രിസ്ത്യാനികൾ അങ്ങനെയെങ്ങും ഒരുപാടങ്ങും പൈസ ഇറക്കി ചെലവാക്കിയ ആൾക്കാർ ആഡംബരത്തിൽ തിന്നു കൊടുക്കുന്നവരായിരുന്നില്ല ഇവിടുത്തെ ഹിന്ദു സമൂഹമൊന്നും. ഇവിടെയൊക്കെ ഇത് പഠിപ്പിച്ചതാരാ? ഇവിടെയൊക്കെ ഇത് പഠിപ്പിച്ച നമ്മളാ പഠിപ്പിച്ചത്. നമുക്ക് ആഡംബരം എല്ലാത്തിലും. എവിടെ നമ്മളാണ് ഇവരെയൊക്കെ ലാളിത്യ ജീവിതം പഠിപ്പിക്കേണ്ടിയിരുന്നത്. ജീവിതത്തിന്റെ ലാളിത്യം ലോകത്ത് പഠിപ്പിക്കേണ്ട മുസ്ലിമീങ്ങളാണ് ആഡംബര ജീവിതം ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. എല്ലാം നിർബന്ധിതരായി തീരാണ്. ഈ അപ്പുറത്തെ വീട്ടിൽ എന്നും ബിരിയാണിയുടെ മണമെന്ന്. അപ്പോൾ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? ഒരു രസവും വെച്ചുകൊണ്ടിരിക്കണം, അവനും സഹിക്കണം, അവന്റെ മക്കളെയും തീറ്റി പോരണം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബാങ്കിലിട്ട് സൂക്ഷിച്ച പൈസ മാസാമാസം പിയും പണിക്ക് പോയി, ഏത് പണിക്ക് പോയിട്ടാണെങ്കിലും എങ്ങനെയും സമ്പാദിച്ചു കൂട്ടണമെന്ന് കണക്കാക്കുകയും ചെലവാക്കാൻ ഒരു ഓണക്കാലം മാത്രം വരുന്നവരെ കാത്തിരിക്കുകയും ചെയ്തൊരു സമൂഹം വരെ മാസാമാസം അവരെ ബഡ്ജറ്റിൽ നിന്നും വലിയ തുക ഇറക്കാൻ തുടങ്ങി. നിവൃത്തിയിൽ അപ്പുറത്തുനിന്നും ചിക്കന്റെ മണമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെച്ചു കൊടുക്കേണ്ട കുട്ടികൾക്കെന്ന്. ഈ നിലയിൽ ആഡംബര ജീവിതം നയിക്കുകയും മറ്റുള്ളവരെ മേൽ ഇതിനെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തൊരു സമൂഹമാണ് നമ്മൾ. നമ്മുടെ വിവാഹാഘോഷങ്ങളാണ് ഇന്ന് ജനങ്ങൾക്ക് വലിയൊരു ബാധ്യതയായിട്ടുള്ളത്. ഇത് വിവാഹ ആഘോഷങ്ങൾ, ഇന്ന് മഹോത്സവങ്ങൾ എന്ന് പറയേണ്ടി വരും. ഭക്ഷണം കൊടുക്കുന്നത്, അത് വിരുന്നുകാർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്നുള്ളത് ആ വലീമ എന്ന് പറയാൻ അതിന് കഴിയില്ല. അതിന് ഭക്ഷ്യമേള എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതൊരു മേളയാണ്.
കവാടം കടന്ന് ഗേറ്റ് കടന്നാൽ അവിടെ ബാത്റൂം വരെ അപ്പുറത്ത് ഉണ്ട്, കൈ കഴുകാനും ടോയ്ലറ്റ് സംവിധാനമുള്ള അവിടം വരെയും ഭക്ഷണം വിളമ്പുന്ന ഒരു രീതി. അതിലാണ് നമ്മുടെ ഈ സ്റ്റാറ്റസ് ഇരിക്കുന്നത്. അവിടെയാണ് നമുക്ക് അഭിമാനമുള്ളത്. എൻ്റെ മോളെ കല്യാണത്തിന് വന്നായിരുന്നു, അവ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട്. ഇത് മനുഷ്യൻ നിറച്ച ഏറ്റവും മോശമായ പാത്രമുണ്ടല്ലോ, അത് ആമാശയമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ നിറച്ച ഏറ്റവും മോശപ്പെട്ട പാത്രമുണ്ടല്ലോ, അത് വയറാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യാവശ്യം പൈസക്കാരൻ്റെ കല്യാണമാണെങ്കിൽ എല്ലാവർക്കും അറിയാം, വയറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇവിടെ അങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ തിന്ന് അത് ആസ്വദിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ആഹാരം, ടേസ്റ്റുള്ള ആഹാരം നമുക്ക് കിട്ടാത്തത് കുറച്ച് അല്പം ബെറ്റർ ആഹാരങ്ങൾ വിരുന്നൊരുക്കി കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ അതിൽ ഈ ആഡംബരം പാടില്ലല്ലോ. മതിയായതിനപ്പുറത്തേക്ക് ആരെ കാണിക്കാനാണ്? നിങ്ങൾക്ക് എന്ത് പേരാ, സൽപ്പേരാ ഇതിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നത്? ബിരിയാണി എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഗാനത്തിനൊരു കഥയുണ്ട്. 2014 ഇറങ്ങിയ കഥയാ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുന്ന ഒരു കഥയാണ്. ബിരിയാണി എന്ന കഥയുടെ പേര് ഒരു ചെറുകഥ. കലന്തൻ ഹാജി എന്ന് പറഞ്ഞൊരു ഹാജിയാണ് അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. അയാളെ മോളെ കല്യാണമാണ്. ആ നാട്ടിലെ ഏറ്റവും പ്രൗഢിയുള്ള കല്യാണമായി മാറ്റണമെന്ന് കണക്കാക്കിയിട്ട് ഏറ്റവും വില കൂടിയ ബസുമതി അരിയുടെ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ബസുമതി അരിയുടെ ദം ബിരിയാണി അതായിരുന്നു കല്യാണത്തിന് ഏറ്റവും വലിയ ചർച്ചയും. കല്യാണമൊക്കെ കഴിഞ്ഞു, പക്ഷേ ചെമ്പ് കണക്കിന് ബസുമതി അരിയുടെ ബിരിയാണി ബാക്കി വന്നു. ദമ്മ് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഈ ബിരിയാണി എന്ത് ചെയ്യും? ഇത്രയും ബിരിയാണി നീ എത്ര നല്ല ഭക്ഷണമാണോ അത് പഴകുമ്പോൾ അത്രയും വലിയ സ്മെല്ലുണ്ടാകും, അത്രയും മോശമാകും അത്. അപ്പം അതുകൊണ്ട് എത്രയും നേരത്തെ ഇതിനെന്ത് ഒഴിവാക്കണം. അതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു ബംഗാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് കുഴിച്ചു മൂടണമെന്ന്. അയാളെ കൊണ്ട് വലിയൊരു കുഴി കുത്തി. ആ കുഴിയിലേക്ക് ചെമ്പ് പൊട്ടിക്കാത്ത ദമ്മ് ബിരിയാണി ചെമ്പോടെ തട്ടി. എന്നിട്ട് നികന്നി വന്നില്ല. അയാളെ കൊണ്ട് ചവിട്ടി അമർത്താൻ പറഞ്ഞു. അത് കാല് വെച്ച് കയറാൻ ആ മനുഷ്യൻ മടിച്ചുപോയി. കണ്ണീരൊന്നുപോയി ആ മനുഷ്യൻ. കാരണം അയാളുടെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അയാളോട് പറഞ്ഞിരുന്നു ബസുമതി അരിയുടെ ചോറ് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന്. സ്ത്രീകൾക്ക് ഗർഭകാലത്തുണ്ടാകുന്ന ചില ആഗ്രഹങ്ങളാണ്. അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് 50 ഗ്രാം ബസുമതി അരി പച്ചയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അത് ആടും മാടും ചവക്കുന്നത് പോലെ ചവച്ച് താടിയിലൂടെ അതിന്റെ ചാറ്, വെള്ളച്ചാറ് ഒഴുകിപ്പോകുന്ന കണ്ടു നിന്നൊരു മനുഷ്യനാണ്. അയാളുടെ ഭാര്യ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് പെൺകുട്ടിയായപ്പോൾ അതിനിട്ട പേര് ബസുമതി എന്നാണ്. ആ മകളെയാണ് ആ മനുഷ്യൻ ഓർത്തുപോയത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞ് വിശന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നുവെന്ന്. ബസുമതി എന്ന് പറയുന്ന കുഞ്ഞ് വിശന്ന് മരിച്ചുപോയ ഓർമ്മകളാണ് ആ ബിരിയാണിയിലേക്ക് ചവിട്ടാൻ വേണ്ടി കാലുയർത്തുമ്പോൾ മനുഷ്യൻ ഓർമ്മ വന്നത്. ഇതാ കഥയുടെ സാരം. ഒരു പരിധിവരെ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ. കഴിച്ചതിനും ബാക്കിയാണ്. പാത്രം കഴുകാൻ നടത്തിയെന്ന് നോക്കണം. ഈ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ കുറെ ഭാഗം കൂടിയുണ്ട്. പാത്രം കഴുകാൻ വേണ്ടി കുറെ സ്ത്രീകളുണ്ടാവും. അവർ കഴുകാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവർ വേസ്റ്റുകൾ ഇങ്ങനെ തട്ടും, പാത്രം ഇവിടെ കഴുകും. ഈ തട്ടുന്നത് ഒരു കൂന ഉണ്ടാകും. അതെല്ലാം കൂടി വാരി ഒരു ചെമ്പിലിട്ടാൽ ഒരു 25 കിലോയുടെ ചെമ്പ് നിറയാവുന്ന വേസ്റ്റ് ഉണ്ടാകും. ഇത് ആരാന്റെ പൈസക്കുള്ള വിരുന്ന്, ഇങ്ങോട്ട് തട്ടടാന്ന് പറയും. പോരട്ടേന്ന് മസാല കൂടുതൽ കിട്ടാൻ വേണ്ടി 2 ചോറ് പിടിക്കുന്ന ആൾക്കാർ. അങ്ങനെ കുറെ നിലവാരം കുറഞ്ഞ കുറെ പരിപാടിയുണ്ട് നമുക്ക്. എന്നിട്ട് ഈ ചോറ് മൊത്തം ബാക്കിയാ, ആ പ്ലേറ്റ് നിറച്ചിരിക്കും. ആരാന്റെ പൈസയിൽ കുറെ ഭക്ഷണം തിന്നിട്ട് നീയുക. പിന്നെ 2ാമതും 3ാമതും ആവശ്യത്തിൽ കവഞ്ഞ് മാച്ചിട്ട് തട്ടിയിട്ട് പോവാന്ന്. ആരാ കണക്ക് ചോദിക്കുക? ഇവിടെ നിങ്ങൾ കഴിച്ചാണോ, പൈസ കൊടുക്കണോ? ഇതൊന്നുമില്ല, ഇടപാടൊന്നുമില്ലല്ലോ. പക്ഷെ പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾക്ക് കൃത്യമായ മറുപടി പറയേണ്ടി വരും ഈ പാഴാക്കി കളഞ്ഞ ആഹാരത്തിന്. അത് തന്നെ ഉണ്ടാകും ഒരുപാട്. അതിനൊക്കെ അപ്പുറത്താണ് ചെമ്പ് കണക്കിന് ചോറുകള് ആരും ഏറ്റെടുക്കാനില്ലാതെ അവസാനം കുഴിച്ചുമൂടുന്നത്. മുസ്ലിം കല്യാണങ്ങളാ ഇവിടെ. ആലോചിച്ചു ഈ ആഡംബരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീന. ഇത്തരം ആഡംബരം കാണിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന്. അല്ലാഹുവിന് ഇഷ്ടമല്ല ഇത്തരം ആഡംബരം കാണിക്കുന്നവരെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങൾക്ക് കുടിക്കാം, കഴിക്കാനും കുടിക്കാനും കൊടുക്കാം, ദാനം ചെയ്യാം. എല്ലാം ഒരു ആവശ്യത്തിനാണ്. അതിൽ കവിഞ്ഞ് ഒരു ആവശ്യത്തിന് വിനിയോഗിക്കുമ്പോൾ അതിന് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിന് അപ്രിയമായൊരു പ്രവൃത്തിയാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പല ആവർത്തി പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം, ഇത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന്. ആരോടായി മത്സരിക്കുന്ന, ആരെ കാണിക്കാൻ ഈ ആഡംബരങ്ങൾ? ഈ വിവാഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അത് മൊത്തത്തിൽ ഇത് തന്നെയാണ്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണ്. ഒരുപാട് പരിപാടികളുണ്ട്. ഹൽദി അങ്ങനെ തുടങ്ങിയിട്ട് അതൊക്കെ പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് പിന്നീട്. ഇതിപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ആഡംബരങ്ങളാണ്. ഭക്ഷണത്തിൽ മാത്രമല്ല, നമ്മുടെ ഇസ്രാഫുകൾ നിറഞ്ഞു നിൽക്കുന്ന പല മേഖലകളിൽ ഒന്ന് മാത്രമാണ് ഭക്ഷണ മേഖല എന്നുള്ളത്, പാർപ്പിടം എന്നുള്ളത്. ഈ വീട് എന്നുള്ളത് ഇന്ന് ഏറ്റവും വലിയ ആഡംബരത്തിൻ്റെ ഒരു ചിഹ്നമായി മാറിയിട്ടുണ്ട്. ഈ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ആർഭാടങ്ങൾ എത്ര വലിയ ആർഭാടമാണ്. ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ട്, ഒരു കുടുംബത്തിന് ആവശ്യമായതാണ് വീട്. ഒരു മനുഷ്യന്റെ ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് അവന് വീടുണ്ടാവുക എന്നുള്ളത്. പാർപ്പിടയോഗ്യമായ, അവൻ ആവശ്യമായ വിശാലത ഉൾക്കൊള്ളുന്ന ഒരു വീടുണ്ടാവുക എന്നുള്ളത്. ഇന്ന് അണുകുടുംബങ്ങളാ.
പഴയ കാലത്തൊക്കെ വലിയ വലിയ കുടുംബങ്ങളും ചെറിയ ചെറിയ വീടുകളുമായിരുന്നു. ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് മക്കളുണ്ടാകും. ഒരുപാട് മക്കളുള്ള വീട്ടിൽ ചെറിയ വീട്, പാവങ്ങൾ എങ്ങനെയൊക്കെയോ അന്ന് ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നു. ചെറിയ വീടുകൾ, ഒരുപാട് മക്കളുണ്ട്. ഇതിനിടയിൽ വേണം ദാമ്പത്യം നടക്കാൻ, ഇതിന് വേണം ജ്യേഷ്ഠൻ്റെയും വിവാഹം കഴിഞ്ഞ ജ്യേഷ്ഠനും ഭാര്യയും കഴിയാൻ, ഇതിനിടയിലാണ് വാപ്പയും ഉമ്മയും കഴിയാൻ. അങ്ങനെ ഒരുപാട് മക്കളുള്ളപ്പോഴും ചെറിയ വീടായിരുന്നു. ആർക്കും അങ്ങനെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നില്ല, പരിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഓരോ ചെറു കുടുംബത്തിനും ഒരു ഭാര്യയും ഒരു ഭർത്താവും 2 മക്കളും, ഇവർക്ക് വേണ്ടി 2 നില അല്ലെങ്കിൽ 3 നില വീട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു തൊഴിലാളി പുറത്തുനിന്ന് വന്നു പോകുന്നത് കൊണ്ട് ഇന്നും അത് വൃത്തിയായി കിടക്കുന്നു എന്ന് മാത്രം. എന്തിനാണ് ഇത് കാണിക്കുന്നത്? പലർക്കും അത് എന്ത് ചെയ്യും, പഴകുമ്പോൾ മോഡൽ മാറുമ്പോഴത്തേക്കും ഇത് പഴയ മോഡലായിപ്പോയി, അതുകൊണ്ട് എൻ്റെ വീടൊന്ന് പുതിയ മോഡലാക്കണം. പുതിയ മോഡലാക്കാൻ വേണ്ടിയിട്ട് അത് ട്രെൻഡിനൊപ്പം മാറുകയാണ്. വസ്ത്രം മാറുന്ന ലാഘവത്തോടെയാണല്ലോ ട്രെൻഡിനൊപ്പം നമ്മൾ വീട് മാറ്റുന്നത്. വീടിൻ്റെ ഷേപ്പ് മാറ്റാം, ഇടിച്ച് ഇത് മൊത്തത്തിലൊരു 25 ലക്ഷം രൂപ ആവും മോഡലൊക്കെ മാറ്റി ഫ്രണ്ട് മാത്രം എടുക്കുമ്പോൾ. കുഴപ്പമില്ല, നടക്കട്ടെ എന്ന്. 25 ലക്ഷം രൂപയ്ക്ക് കല്ലിലും മണ്ണിലും നമ്മൾ നടത്തുന്ന പരീക്ഷണമുണ്ടല്ലോ, ഇത് അള്ളാഹുവിന് മുമ്പിൽ കണക്ക് പറയേണ്ടതല്ലേ? ഈ സമ്പാദ്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മത്സരം കാണിക്കാനുള്ള നിങ്ങൾ ഈ ധാരാളിത്തത്തിന് പേരിൽ ഫഖ്ർ നടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമമുണ്ടല്ലോ, അത് പറയാൻ വേണ്ടി അത് ഉപയോഗിച്ചൊരു ഭാഷയുണ്ട്. ശവകുടീരങ്ങൾ വരെയാണോ എല്ലാ മനുഷ്യരുടെയും ഈ കിട മത്സരങ്ങൾ നടക്കുക എന്ന്. എല്ലാ മനുഷ്യനും വലിയ 3 നില ഉള്ളവനാണെങ്കിലും AC റൂമിൽ കിടന്നവനാണെങ്കിലും ഇനി എവിടെയൊക്കെ ജീവിച്ചവനാണെങ്കിലും കടത്തിണ്ണെ കിടന്നവനാണെങ്കിലും അവരെല്ലാവരെയും കൊണ്ടുവെക്കുന്ന ഒരു കബറുണ്ട്. ആ കബർ കൊണ്ടുവെക്കുന്ന നാൾ വരെയും മനുഷ്യരുടെ മത്സരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. ആ മത്സരങ്ങളുടെ അവസാനം കബറാണ്. അവിടെ എത്തിച്ചേരുള്ളൂ. നമ്മൾ ഒന്നും കൊണ്ടുപോകാൻ ഇവിടെയില്ല നമുക്ക്. അത് മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു കബർ മുമ്പിൽ വെച്ചിട്ട് ദുനിയാവിന്റെ ഈ തഫാഖുറിനെ കുറിച്ചും തക്കാസുറിനെ കുറിച്ചും ഖുർആൻ സംസാരിക്കുന്നത്. ആരോടാണ് മത്സരിക്കുന്നത്? അവനൊരു വീട് വെച്ചു, അപ്പൊ ഈ നാട്ടിൽ എനിക്കൊരു വിലയില്ല ഇവിടെ, അതുകൊണ്ട് വില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ വില നഷ്ടപ്പെട്ടു പോയവന്റെ പ്രതികാരമായിട്ടാണ് പലരും കഷ്ടപ്പെട്ട് ഗൾഫിലൊക്കെ പോയി കിടന്ന് പണമൊക്കെ ഉണ്ടാക്കി വന്നിട്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് നല്ലൊരു വീട് വെക്കാൻ അങ്ങോട്ട് റോഡ് സൈഡിൽ. ചില ആൾക്കാർ ഉള്ളിലോട്ടൊക്കെ വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഇത്രയും നല്ല വീട് നീ ഇവിടെ കൊണ്ടാണ് വെച്ചത്, റോഡിന്റെ സൈഡിൽ ഇരിക്കേണ്ട വീടില്ലെന്ന് ചോദിച്ചാൽ റോഡിന്റെ സൈഡിൽ ഇത്രയും വലിയ വീടിരുന്ന എല്ലാവരും കാണും. അപ്പൊ ഇത്രയും വലിയ വീട് നിന്റെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതൊരു അഭിമാനമാണല്ലോ എന്ന്. ജനങ്ങളുടെ മുമ്പിൽ അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ആർഭാടം കാണിക്കുമ്പോൾ പടച്ചവന്റെ മുമ്പിൽ ഇതിന് നിങ്ങൾ എന്ത് ന്യായീകരണം പറയുമെന്ന് ആലോചിക്കണം. ഈ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പനയോലപ്പായൽ കിടന്നുറങ്ങിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടാണ് ഉമർ റളിയല്ലാഹു കരഞ്ഞുപോയത്. ആ പനയോലയുടെ പാട് മുഖത്ത് കണ്ടപ്പോൾ അന്ത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലായ അങ്ങയുടെ അവസ്ഥ ഞാൻ കിസ്റയും കൈസറും ഹുർമുസിന്റെയും ഒക്കെ ജീവിത സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്തുപോയി. റോമിന്റെയും പേർഷ്യയുടെയും ഹബശിയുടെയും ഒക്കെ അധിപന്മാർ അവർ മനോഹരമായ സപ്രപഞ്ചക്കെട്ടിലിൽ സുന്ദരമായി സുഖമായി ഉറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ദൂതരായ അങ്ങ് ഈ പനയോലക്കെട്ടിൽ ഉറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു നബിയെ എന്ന് പറഞ്ഞു ഉമറിനോട്. അവർ ദുനിയാവ് കൊണ്ടുപോയാൽ നമുക്ക് പരലോകമില്ലേ ഉമറെ, അതുകൊണ്ട് എനിക്കിതിൽ പരിഭവമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ജീവിച്ചൊരാൾ എവിടെയും റസൂലിന് കൊട്ടാരം കാണാൻ നമുക്ക് കഴിയില്ല. വലിയ കൊട്ടാരങ്ങളങ്ങും പ്രവാചകൻ കെട്ടിപ്പോക്കിയിട്ടില്ല. പ്രവാചകന്റെ പിതൃവിനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയൊരു വീട് വെച്ചപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുപ്പോടെ ആ മനുഷ്യനെ സമീപിച്ചിട്ട് പറഞ്ഞത് ഇഹ്ദിംഹ എന്നാണ്, അതിനെ പൊളിച്ചു കളയാൻ, അത് പൊളിക്കാൻ. അദ്ദേഹം പറഞ്ഞു എന്നാ പിന്നെ വിറ്റിട്ട് അതിന്റെ പൈസ എടുത്ത് നല്ല കാര്യം ചെയ്യാന്ന്. റസൂൽ അത് വേണ്ട, പൊളിച്ചാൽ മതിയെന്ന്. അതൊരു മൊത്തത്തിൽ ജനങ്ങളുടെ ഹൃദയം നിങ്ങളത് നിലനിർത്തുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും അതിൽ വലിയൊരു താല്പര്യം ഉണ്ടാവും. മണ്ണിലും കല്ലിലും മനുഷ്യൻ മോഹമുണ്ടായാൽ അവൻ നശിച്ചുപോയി എന്നാണ്. ഈ മണ്ണിലും കല്ലിലുമാണ് തൻ്റെ അഭിമാനമുള്ളത് എന്ന് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ അവൻ ദുനിയാവിൽ നശിക്കാൻ അത് മതിയാകും. അതുകൊണ്ട് താങ്കൾ ഒരു മാതൃകയാകണ്ട, അത് പൊളിച്ചേക്കാൻ. വലിയ ധനനഷ്ടമുണ്ട് എങ്കിലും ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്നേക്കാവുന്ന ഒരു പിഴച്ച ചിന്തയെ പിഴുതെറിയാൻ അതുകൊണ്ട് സാധ്യമാകുമെന്നുള്ളതായിരുന്നു റസൂൽ കണക്കാക്കിയത്. പക്ഷെ ആ പിഴവ് നമ്മൾ നെറ്റെടുത്തിരിക്കുകയാണ്. നമ്മളുടെ മത്സരിക്കുകയാണ്, ഓരോരുത്തരും മത്സരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ പെയിന്റ് അടിച്ച് ഇപ്പുറത്ത് നമ്മൾ ഉടനെ എന്ത് ചെയ്യണം, പുതിയ കളർ ഇറക്കുകയാണ്. ചെറിയൊരു മതിൽ കെട്ടിയാൽ നമ്മൾ അതിനേക്കാൾ മോഡിഫൈ ചെയ്ത് പുതിയൊരു മതിൽ കെട്ടുന്നു. ഒരു ഗേറ്റിന്റെ ചിലവ് ഇപ്പം എത്രയാ? നമ്മളത് നോക്കാറുണ്ട്. എത്ര ലക്ഷം ആയിക്കോട്ടെ, ഇപ്പോഴത്തെ മോഡലായിരിക്കണം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ എത്ര രൂപയായാലും പോരട്ടെ എന്ന്. ഈ വിധത്തിൽ മനുഷ്യ ആഡംബരം കാണിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ ഇത്ര ഗതികെട്ട മനുഷ്യരുടെ ഉണ്ടെന്ന്. എത്രയോ പാവങ്ങളായ മനുഷ്യരുണ്ട്, അവർക്കും വലിയ ദുനിയാവിൽ മോഹങ്ങൾ, അവർക്ക് അനാവശ്യമായ മോഹങ്ങളും താല്പര്യങ്ങളും അവരെ ഹൃദയങ്ങളിലേക്ക് പോലും നിങ്ങൾ നിക്ഷേപിക്കുകയില്ലേ? പാവപ്പെട്ടവന്റെ മക്കള് നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ നടന്നു പോകേണ്ടവരാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന നിഅമത്തുകളെ അനാവശ്യമായി നമ്മൾ പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. ഒരു നല്ല ആഹാരത്തിന് മുമ്പ് ഇരിക്കുമ്പോൾ അത് സെൽഫി ആക്കി ഇട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം വരില്ല.
നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്താണ് നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ എത്ര മനുഷ്യരാണോ ഇന്ന് അന്നും വിശന്നിരിക്കുന്നത്, അതൊന്നും നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ അങ്ങനെ അത് 10 പേരെ അറിയിച്ചത് കൊണ്ട് നമുക്ക് എന്ത് മേന്മയാണ്, എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഒരു ലേക്കാണോ? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കമൻ്റാണോ? അത് നിങ്ങളിവിടെ പോയതും തിന്നതും ഒക്കെ നാട്ടുകാരെ അറിയിക്കലാണോ? ഒരുപാടുണ്ട് എന്ന്, നിങ്ങളെ ഒരുപാട് ഇരിക്കുന്നു എന്ന് അറിയിക്കലാണോ? ഇത് മനസ്സിലാവുന്നില്ല. പല കാര്യങ്ങളും വെറും വികാരങ്ങൾ നിയന്ത്രിക്കുന്ന വെറും പാഴ്പൊട്ടന്മാരെ പോലെയാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. ഈ വിവേകം എന്നൊരു സാധനം ഉണ്ടാവേണ്ടി നമുക്ക് ആലോചിക്കേണ്ടി. നമ്മൾ ഓരോ വിഷയത്തിലും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെ കൂടി നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? നമ്മൾ ഒരു ആർഭാട കല്യാണം എടുക്കുമ്പോൾ അപ്പുറത്ത് വീട്ടിലുള്ളവനും അയാളുടെ പെമ്മക്കളും അയാളെ നിർബന്ധിക്കില്ലേ? അവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ. ഈ വിധത്തിൽ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴും മറ്റു മക്കളും അവർ കുടുംബങ്ങളും ഒക്കെ പലരും നിസ്സഹ്യതയോടെ നിന്നു പോകും. ഗൃഹനാഥന്മാർ മക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ ചില ആൾക്കാരെ അതേ പറ്റൂ. ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും 24 മണിക്കൂറല്ലേ 48 മണിക്കൂർ നിർത്താതെ പരിശ്രമിച്ചാലും ചില ആൾക്കാർ എവിടെ എത്തില്ല. അയാൾക്ക് ഒരുപാട് സേവിങ്സ് ഉണ്ടാവില്ല. ചില ആൾക്കാർ ചുമ്മാ ഒന്ന് ഫോൺ എടുത്ത് കടക്കിയാലും ലക്ഷ്യങ്ങൾ ഉണ്ടാവും അയാളുടെ കയ്യിൽ. അത് അല്ലാഹുവിന്റെ ഹല്ലാണ്, പടച്ചോൻ വയ്ക്കുന്ന സൗഭാഗ്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം കൂടി അസ്വസ്ഥമാക്കുന്ന വിധത്തിലുള്ള ഈ ആഡംബരമായ ഈ ജീവിത രീതികൾ കെട്ടിപ്പടുക്കുന്നത് ഒരിക്കലും നന്മയല്ല. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് ഗൗരവത്തോടെ മനസ്സിലാക്കുക. സൽമാൻ ഫാരിസിക്ക് വീട് വേണം. അദ്ദേഹം ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു വീട് വെക്കണമെന്ന്, ഒരു പ്ലാൻ പറയാൻ. അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ആ ഒരു രീതിയിലുള്ള പ്ലാനാണ് നിങ്ങൾ പറയേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു ഓക്കെ, എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങളുടെ മനസ്സുമായി ചേർത്ത് വെക്കുമ്പോൾ എനിക്കൊരു പ്ലാൻ പറയാനുള്ളത് നിന്നാൽ തല തട്ടാത്തതും കിടന്നാൽ കാല് തട്ടാത്തതുമായ ഒരു വീട്, അത് മതിയൊന്ന്. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന്. എൻ്റെ പ്ലാനും അത് തന്നെയായിരുന്നു. നിന്നാൽ തല മോളിൽ തട്ടാൻ പാടില്ല, കിടക്കുകയാണെങ്കിൽ കാലും തലയും തട്ടാൻ പാടില്ല. ഒരാൾക്ക് നിവർന്ന് കിടക്കാനും പറ്റണം, നിവർന്ന് നിൽക്കാനും പറ്റണമെന്ന്. അതിന് ഖബറെന്ന് നമ്മൾ ചിലപ്പോൾ പറയും. ഖബർ ഒരു 6 അടി ഖബറിൻ്റെ അല്പം കൂടി വീതി ഉണ്ടെന്ന് മാത്രം. ആ ഒരു സ്ക്വയറിൽ 6 അടി സ്ക്വയറിൽ മൊത്തത്തിൽ വരുന്നൊരു വീട്, അത് മതി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എത്ര വീടുണ്ടാക്കാൻ നമ്മുടെ ഒരു വീട് പൊളിച്ചാൽ എത്ര കോടി രൂപയാണ് ഒരു വീടിൻ്റെ പുറകെ നമ്മൾ ചിലവാക്കുന്നത്. അതിന് പെർ ഇയർ അടയ്ക്കുന്ന ടാക്സ് എത്രയാണ്? ഒരു കണക്കുമില്ലാതെ ഇന്ന് നമുക്ക് കയറി കിടക്കാൻ ഒരു റൂം, പാചകം ചെയ്യാൻ ഒരു അടുക്കള, നമുക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന ആഹാരം കഴിക്കാൻ ഒരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, ഇതൊക്കെ ധാരാളമല്ലേ നമുക്ക്? എന്നിരിക്കുമ്പോഴും കുടുംബത്തിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ വരുന്ന അതിഥികളെ കൂടി ഉൾപ്പെടുത്തിയാൽ പോലും 3 ബെഡ്റൂമിൽ കൂടുതൽ ഏത് വീടിന് ആവശ്യമുള്ളത്? എൻ്റെ വീട് 6 ബെഡ്റൂം ഫുൾ ബാത്ത് ടച്ചഡ്, പിന്നെ അടുക്കള പുറത്ത്, അകത്ത് 48 അടുപ്പ്, പുകയില്ലാത്തത് 4 അടുപ്പ്, പുക ഉള്ളത്, പിന്നെ എല്ലാം ഉണ്ടെന്ന്, ഫുൾ ഫെസിലിറ്റി ആണെന്ന്. പിന്നെ ആരെ പാചകവും ഇല്ല, എല്ലാം റെസ്റ്റോറൻറ്റിൽ നിന്ന് സ്വിഗ്ഗി വരുമെന്ന്, 3 അടുക്കളയും വെച്ചിട്ട് ഇവന് ഇതാണ് പരിപാടി, അതെല്ലാം പുറത്തുനിന്ന് വരുമെന്ന്. ഇങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ ആർക്ക് വേണ്ടിയാണ് ഈ പ്രഹസനങ്ങൾ കാണിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരു ജീവിതമുണ്ട്. റസൂല് പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന, ഇത് വെറുതെ പറഞ്ഞല്ലേ, അള്ളാഹു പഠിപ്പിച്ചതാണ്, റസൂല് പഠിപ്പിച്ചാണ്. ഉമറിന്റെ അതിഥിയായി ഒരു പാവപ്പെട്ട സഹാബി വിളിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഭക്ഷണം ഇന്ന് എൻ്റെ കൂടെയാണെന്ന്. വലിയ സന്തോഷമായി. അമീറുൽ മുഅ്മിനീൻ, ഒരു രാജ്യത്തിന്റെ അധികാരി വിളിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ പറഞ്ഞു എന്തായാലും എനിക്കൊന്നും കണക്കാക്കണ്ട, എനിക്കിന്ന് വേറെ വിരുന്നുണ്ട് എന്ന്. വിരുന്ന് കഴിക്കാൻ വേണ്ടി ഉമറിന്റെ അടുക്കൽ ചെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു റൊട്ടി എടുത്ത് വെച്ചു. റൊട്ടിയും വെണ്ണയും എടുത്ത് വെച്ചപ്പോൾ അദ്ദേഹം എടുത്ത് വായിലേക്ക് വെച്ചിട്ട് കടി കടിച്ചിട്ട് പറഞ്ഞു ഞാൻ പോവേണ്, എനിക്ക് ഇതിലും നല്ല ഭക്ഷണം എൻ്റെ വീട്ടിൽ ഉണ്ട്, ഇത് നാക്ക് മുറിഞ്ഞു പോകുന്നു. ഇത്രയും പരുക്കൻ ആഹാരം എൻ്റെ വീട്ടിൽ പോലും, അത്രയും ഗതികെട്ട ഒരാളാണ് ഈ മനുഷ്യ. അദ്ദേഹത്തിന് ഒരു നേരത്തെ വിരുന്ന് കൊടുക്കാന്ന് ഉമർ റളിയല്ലാഹു കണക്കാക്കിയത് അത്രയും പാവപ്പെട്ടവനാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു വലിയ സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ഗതികൾ അയാൾക്കില്ല, കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് എൻ്റെ രാജ്യത്ത് ഒരാൾക്ക് കിട്ടിയെന്നുള്ളതിൽ. പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്, താങ്കൾ എന്താ കണക്കാക്കിയത്? തിത്തിരപ്പക്ഷിയുടെ കണ്ണുകൾ ചുവന്ന് തൊടുത്തതുപോലെ മുന്തിരിങ്ങപ്പഴം ഊറിയെടുത്തിട്ടുള്ള മനോഹരമായ പാനീയങ്ങളും ആട്ടിൻ്റെ തുടയിറച്ചി വേവിച്ചെടുത്തതുമൊക്കെ ഇവിടെ വിളമ്പപ്പെടുമെന്നാണ് നിങ്ങൾ കണക്കാക്കിയത്. അപ്പോൾ അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്ലാസിൻ്റെ ഫുഡിനെ കുറിച്ച് മെനു ഒക്കെ കുറിച്ച് നല്ല പിടുത്തമുണ്ടല്ലോ എന്ന് പറയുന്നത് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ല, ഇവിടുത്തെ വില കൂടിയ ആഹാരങ്ങളൊക്കെ അറിയാത്തവനാണ് ഞാനെന്നും അത് കഴിക്കാൻ മാത്രം കപ്പാസിറ്റി ഇല്ലാത്തവനാണ് ഞാൻ നീ കണക്കാക്കിയു. അതൊക്കെ എന്നെക്കൊണ്ട് സാധ്യമാകുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഈ ദുനിയാവിൽ വന്നത് അങ്ങനെ ഇഷ്ടങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ആഗ്രഹങ്ങൾ പരലോകവുമായി ബന്ധിച്ചിരിക്കുമ്പോൾ, എൻ്റെ നേതാവ് പഠിപ്പിച്ച മാതൃക അങ്ങനെ നിൽക്കുമ്പോൾ ഈ ദുനിയാവിനോട് അകന്നു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതാ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അതാണ് അവിടെ നിലപാട്. അള്ളാഹുവിൻ്റെ റസൂൽ ദുനിയാവിനോട് നിൽക്കുമ്പോൾ പടച്ചവനോട് അല്ലാഹുമ്മ ജഅൽനി മിനൽ മസാക്കീൻ ഫീ സുംറത്തിൽ മസാക്കീൻ എന്ന്, എന്നെ സാധുവായി ജീവിപ്പിച്ചാൽ മതി അള്ളാഹു എന്ന്. ഒരു സാധുവായി തന്നെ മരിക്കണം, എനിക്ക് സമ്പന്നങ്ങോ വേണ്ട, ഒരു സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്നൊരു മരണവും വേണ്ട, നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്നെ സാധുക്കളുടെ കൂട്ടത്തിൽ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞവരാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ഒരു ആൾക്കൂട്ടത്തിനോടൊപ്പം ആഹാരം കഴിക്കായിരുന്നു. പെട്ടെന്ന് വിശന്നിട്ട് ഒരു സംഘം, യാത്രാസംഘത്തിൽ കുറേ ആൾക്കാർ എല്ലാം ഉണ്ടതിൽ,
എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. അടിമകളായി വന്നവരുണ്ട്, അടിമയിൽ നിന്ന് മോചനം കിട്ടിയവരുണ്ട്, സേവകന്മാരുണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട്. അത് കണ്ടു വന്നൊരു സഹാബി അദ്ദേഹം കഴിക്കാൻ കൂടാൻ പറഞ്ഞു. അദ്ദേഹം കൂടിയപ്പോൾ ഇടം കുറഞ്ഞു. ഒരു താലത്തിനിടയിൽ ഇടം കുറഞ്ഞപ്പോൾ റസൂൽ ഒരു മുട്ടിലേക്ക് കുത്തിയിരുന്നു. ഒറ്റ മുട്ട് മാത്രം വെച്ചിട്ട് ഒതുങ്ങിയിരുന്ന് കഴിക്കുന്ന കണ്ടൊരു മറ്റൊരു സഹാബി പറഞ്ഞു, വാന്ത യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങാണോ ഇരുന്ന് കഴിക്കുന്നതെന്ന്. ഒരു മുട്ടുകാല് മാത്രം നിലത്ത് കുത്തിയിട്ട് ആൾക്കൂട്ടത്തിനൊപ്പം ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അള്ളാഹുവിൻ്റെ ദൂതരാണോ ഈ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. എന്തേ, അള്ളാഹുവിൻ്റെ ദൂതറിന് കൊമ്പുണ്ടോ എന്ന്. പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല, മനുഷ്യനാ. ആ മനുഷ്യത്വമാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. വീട്ടിലെ വേലക്കാരൻ ആഹാരം വെച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ കൂടെ അവനിരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ ഓഹരി നിങ്ങൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം, അല്ലാതെ കഴിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജോലിക്കാരൻ പുറത്ത് എന്നുള്ളതല്ല ഇസ്ലാമിന്റെ സംസ്കാരം. അതിന്റെ ചൂടും ചൂരും അറിഞ്ഞവൻ, അത് പാചകം ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടവൻ അവനാണെങ്കിൽ അതിൽ അവകാശമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇവിടെ ആരെ കൊണ്ട് കഴിയും? ഇത് ആരെ കൊണ്ടാണ് കഴിയുന്നത്? ഒരു ഇലക്ഷൻ വരുമ്പോൾ വേണമെങ്കിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ആദിവാസികളുടെ കോളനിയിൽ പോയിട്ട് അവിടുത്തെ വീട്ടിൽ കയറിയിരുന്ന് എന്ത് ചെയ്യാം, മരിച്ചിനെയൊക്കെ കഴിക്കാൻ നേതാക്കന്മാർക്ക് ചിലപ്പോൾ കഴിക്കാൻ മാറി എന്ന് ഛർദ്ദിക്കുകയും ചെയ്യും. വോട്ടിന് വേണ്ടിയിട്ട് ഏത് നാറിയ കളി ഇവിടെ നേതാക്കന്മാർ കാണിക്കും. അല്ലാതെ ഒരു നേതാവ് ഇവിടുത്തെ ഒരു ഭിക്ഷക്കാരനെ വിളിച്ചോണ്ട് പോയിട്ട്, ഒരു ദരിദ്രവാസിയെ വിളിച്ചോണ്ട് പോയിട്ട്, ഒരു ദളിതനെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കട്ടെ, ഒരു പാത്രത്തിൽ കഴിക്കണ്ട, ഇവിടെ ആരെങ്കിലും കഴിക്കുമോ? അത് ചെയ്യില്ലടോ. അതാ ഇസ്ലാം. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതും മനുഷ്യർ മനസ്സിലാക്കിയതും രണ്ടും രണ്ട് തന്നെയാണ്. റസൂല് പഠിപ്പിച്ച വഴിയെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ മുസ്ലിമീങ്ങൾ. നമുക്ക് നമ്മുടേതായ ഒരു ജീവിത സംസ്കാരമുണ്ട്, അത് സർവ്വ മേഖലയിലുമുണ്ട്. അത് ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വിശ്വാസികളിൽ 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും 3 കാര്യങ്ങൾ വെറുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. എന്നിട്ട് 6 കാര്യങ്ങൾ റസൂലുള്ളാഹി അക്കമിട്ട് നിരത്തി സഹാബത്തിനോട് സംസാരിച്ചു. അതിൽ ഒന്നാമത് അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് ആരാധനയിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് ആത്യന്തികമായ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രവൃത്തി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ആരാധന, പ്രാർത്ഥന, ഈ വിഷയത്തിലെങ്കിലും ഒരു വെള്ളം ചേർക്കലിന് ആവശ്യമില്ല. വളരെ ദുർബലമായ വിശ്വാസങ്ങളാണ് നമുക്കെന്നുള്ളത്. ആ വിശ്വാസധാരയിൽ കഴിയുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ആരെ വിളിച്ചാൽ രക്ഷപ്പെടുമെന്നൊരു പരീക്ഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിളിക്കാമെന്ന്, എല്ലാ ദൈവത്തിനെയും വിളിക്കുക, എവിടെ നിന്നാണ് സഹായം വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും സർവ്വയിടത്തും നേർച്ച അർപ്പിക്കുകയും ചെയ്തിട്ട് സർവ്വ ആൾദൈവങ്ങളെയും മന്ത്രവാദിയുടെയും മടങ്ങളിലേക്ക് ചെന്നിട്ട് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തിയും അവരെ പ്രീതിക്ക് വേണ്ടിയും ഒക്കെ നടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതല്ല, ഒരു വിശ്വാസിക്ക് കുറച്ച് നിലപാടുണ്ടാകണം. ജീവിതമാണോ പരീക്ഷണമുണ്ടാകും. നബിക്കുണ്ടായ പരീക്ഷണങ്ങളൊന്നും നമുക്കുണ്ടായിട്ടില്ല. നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ, നമ്മളത് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിച്ച് നോക്കി, അത്രയെങ്കിലും സങ്കടം നമുക്കുണ്ടായിട്ടില്ല. എന്താ, അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയല്ലേ, അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെയല്ലേ. ജീവിതം അങ്ങനെയാണ് എന്ന് ഉത്തമ ബോധ്യം റസൂലിനുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. ജനിച്ച മക്കളിൽ 6 പേരെയും മയ്യത്തടക്കേണ്ടി വന്നൊരു ഒരു പിതാവാണ് റസൂൽ. ജനിച്ചു വീഴുമ്പോൾ മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ പോയവനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ചേർത്ത് പിടിച്ചവരെല്ലാം എളുപ്പം അല്ലാഹു പിടിച്ചവനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിറന്ന മണ്ണിൽ പോലും കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയാതെ സ്വന്തം നാട് വിട്ടോടേണ്ടി വന്നവനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച സമൂഹം ഒന്നടങ്കം കല്ലെറിയുകയും കൂക്കി വിളിക്കുകയും ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കുഴൽമാലകളും കൊണ്ട് ചാർത്തുകയും ചെയ്തിട്ട് ആക്ഷേപക്ഷരങ്ങൾ എഴുതി വിട്ടവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സങ്കടങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്രയാസങ്ങളും സങ്കടങ്ങളും ഉള്ളപ്പോഴും അല്ലാഹുവിനോട് പരിഭവം പറയാതെ നിന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ജീവിതം അങ്ങനെയാണ്, ജീവിതം അങ്ങനെയാണ്. അത് റസൂലിന് അറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, സങ്കടങ്ങൾ ഉണ്ടാകും. അത് അങ്ങനെയാണ് ജീവിതം. അതിനൊന്നും പരിഹാരം തേടി ഓടേണ്ടത് ആൾദൈവങ്ങളുടെ മടങ്ങളിലേക്കല്ല, കല്ലുകളുടെയും മുള്ളുകളുടെയും മൂർഖൻ പാമ്പിൻ്റെയും മുമ്പിലേക്കല്ല. അത് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. നമ്മൾ മുഅ്മിനീങ്ങളിൽ കാണുന്ന അള്ളാഹുവാണ് ഏറ്റവും മനോഹരമായ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതിൽ പങ്കുവെക്കാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത് വഅൻതഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, പരിപൂർണമായി ഐക്യത്തോടെ നിങ്ങൾ നിൽക്കുക എന്നുള്ളത്. സമൂഹത്തിനിടയിൽ, സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കാതെ, ചേരിതിരിവുണ്ടാക്കാതെ ഐക്യത്തോടെ ഒറ്റ ശക്തിയായി നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇത് 2 കാര്യങ്ങളിൽ നമ്മൾ പാളിപ്പോയൊരു വിഷയമാണ്. 2 വിഷയങ്ങളിൽ പാളിപ്പോയൊരു വിഷയമാണ്. അത് കണക്കിന് മൂന്നാമത്, നിങ്ങളുടെ നേതൃത്വത്തെ, അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള നേതാക്കന്മാരെ അംഗീകരിക്കുകയും അവരുടെ ഗുണകാംക്ഷ പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് പ്രിയപ്പെട്ട കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി 3 കാര്യങ്ങൾ അള്ളാഹുവിന് അനിഷ്ടകരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിൽ ഖീല വഖാല വകസ്റത്തു സുആൽ വഇദാഅത്തുൽ മാൽ.
ഖീല വഖാല, ആരോ പറഞ്ഞു, ആരോ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും പോലെ തന്തയില്ലാത്ത സന്ദേശങ്ങൾ, അഥവാ ആര് പറഞ്ഞു എന്ന് വ്യക്തതയില്ല നമുക്ക്. ആരാണിത് ഫോർവേഡ് ചെയ്തത് നമുക്കറിയില്ല. ഒരു വാട്സപ്പ് മെസ്സേജ് പറയുകയാണ്, ഇത് എവിടെ നിന്നാണ് ഇതിന് ഉത്ഭവം എന്നറിയില്ല, ഈ വാർത്തയുടെ വസ്തുത അറിയില്ല, യാഥാർത്ഥ്യം അറിയില്ല. എങ്ങനെ ഒരു തരത്തിൽ അടിത്തറയില്ലാത്ത വാർത്തകൾ പറയുക, പ്രചരിപ്പിക്കുക, ഇത് ഒരു കാരണവശാലും ഒരു വിശ്വാസിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമല്ല. നന്നായി മനസ്സിലാക്കുക, ഗൗരവത്തോടെ മനസ്സിലാക്കുക. എവിടെയെങ്കിലും കേട്ടത്, ആരാണ് പറഞ്ഞതെന്ന് പോലും ഉറപ്പില്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് അങ്ങനെ കയറി പാസ്സാക്കാൻ പാടില്ല. ഒരു വാട്സപ്പിൽ വരുന്ന മെസ്സേജ് അങ്ങനെ അങ്ങ് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അത് വസ്തുതയാണോ, യാഥാർത്ഥ്യമാണോ? എന്തുമാത്രം എന്ത് ചെയ്യുക കരക്കമ്പികളാണ് വാട്സപ്പ് വഴി ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വസ്തുതയാണോ, യാഥാർത്ഥ്യമാണോ, പൊരുളുണ്ടോ, ഒന്നും ആലോചിക്കില്ല, അടുത്ത ഫോർവേഡ് ചെയ്യണം. അതങ്ങ് ഫോർവേഡ്, ഇതെങ്ങും പാടില്ല. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തയുടെ സത്യസന്ധത ബോധ്യപ്പെടാതെ ഒരു വാചകം പോലും പറയാൻ പാടില്ല, അത് സന്ദേശങ്ങൾ അയക്കാൻ പാടില്ല. രണ്ടും ഖീല വഖാല, ആരോ പറഞ്ഞു, അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയുക. അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതാണെങ്കിൽ വകസ്റത്തു സുആല്, അനാവശ്യമായ ചോദ്യങ്ങൾ ധാരാളമായി ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദ്യം നല്ലതാണ്, അറിവ് അന്വേഷിക്കാൻ നല്ലതാണ്. അല്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടും അനാവശ്യമായും പഴുതുണ്ടാക്കിയിട്ട് ഒട്ടകത്തിന് സൂചി കുത്താൻ സ്ഥലം കൊടുത്തതുപോലെ ഓരോ ഒന്നിനും ഒരു ചോദ്യത്തിന് ഉത്തരം തേടി പോകുമ്പോൾ പിന്നെ ഉപചോദ്യങ്ങളായി അതിൻ്റെ മേൽ പിന്നെയും ചോദ്യമായി ആ ചോദ്യങ്ങളായിട്ട് ജനങ്ങൾ എപ്പോഴും സംശയാലുവായി കടന്നു പോവുക, എപ്പോഴും ചോദ്യങ്ങളുമായിട്ട് കടന്നു പോവുക. ഇതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ആവശ്യത്തിന് അന്വേഷണം ആവശ്യമാണ്, അന്വേഷിക്കണം, കാര്യങ്ങൾ അറിയണം. അനാവശ്യമായി ഇതേ ജോലി എന്ന് പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. വഇലാഅത്തുൽ മാൽ, മൂന്നാമത് സമ്പത്ത് പാഴാക്കി കളയുക. ഒരു മനുഷ്യന്റെ സമ്പാദ്യം അത് പാഴിക്കളയുന്ന പ്രവൃത്തിയെയാണ് അള്ളാഹു അനിഷ്ടകരമായി കാണുന്നത്. സമ്പത്തിന്റെ വിനിയോഗത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ എടുത്തു പറയുന്നത്: ഇസ്രാഫ്, തബ്ദീർ. ആഡംബരം കാണിക്കുക, ദുർവിനിയോഗം ചെയ്യുക, അനാവശ്യമായി വിനിയോഗിക്കുക. രണ്ട് സ്വഭാവമാണ്. ഒരു ആവശ്യമാണ്, എനിക്കൊരു ചെരുപ്പ് വേണം, ആ ചെരുപ്പിന് ആവശ്യമായതിൽ കവിഞ്ഞ് ഞാൻ ചിലവാക്കുകയാണ് എങ്കിൽ അതിൻ്റെ പേരാണ് ഇസ്രാഫ് എന്നുള്ളത്. എനിക്ക് ആവശ്യമേ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ലഹരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എനിക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുവിന് വേണ്ടി ഒരു മേഖലയിൽ ഞാൻ സമ്പത്ത് ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ദുർബ്യം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത്തരത്തിൽ അനാവശ്യമായൊരു മാർഗത്തിൽ നിങ്ങൾ പണം ചിലവാക്കാൻ പാടില്ല. അനാവശ്യമായ ഒരു മാർഗത്തിലും നിങ്ങൾ പണം ചിലവഴിക്കാൻ പാടില്ല. അങ്ങനെ ചിലവാക്കുന്നവൻ പിശാചിന്റെ ചങ്ങാതിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അവൻ പിശാചിന്റെ കൂട്ടുകാരനാ. പൈശാചികമായ പ്രവൃത്തിയിൽ അവ ഏർപ്പെട്ടിരിക്കുന്നത് പിശാചാണെങ്കിലോ ഇന്ന ശൈത്താന റബ്ബിഹി കഫൂറ, അള്ളാഹുവിനോട് ഏറ്റവും നന്ദികേട് കാണിച്ചവനാണ്. അള്ളാഹു നൽകിയ സമ്പത്ത് അനാവശ്യമായ മാർഗത്തിൽ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ നന്ദികെട്ട പൈശാചികമായ പ്രവൃത്തിയാണതെന്നാണ് കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കുമ്പോൾ അളന്ന് ചിലവാക്കുകയും അനാവശ്യമായ മാർഗത്തിൽ സമ്പത്ത് ചിലവാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് സമ്പത്ത് നൽകപ്പെട്ടിട്ടുള്ള ഏതൊരു വിശ്വാസിയും പുലർത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു സമ്പത്ത് പാഴാക്കി കളയുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നുണ്ട് വിശ്വാസിയിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എൻ്റെ പണം എൻ്റെ മൈ ബോഡി മൈ റൈറ്റ്സ് എന്ന് പറയും പോലെ എൻ്റെ ശരീരം എൻ്റെ അധികാരമാണ്, എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞതുപോലെ എൻ്റെ പണം എൻ്റെ അവകാശം, എൻ്റെ സ്വാതന്ത്ര്യം എന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് ചിലവാക്കാമെന്ന് കണക്കാക്കണ്ട. കണക്കുകൾ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇതിനൊക്കെ കണക്കുകൾ ചോദിക്കുന്ന, കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് നിങ്ങളുടെ കള്ളക്കണക്കുകൾ ഒരു പക്ഷേ അള്ളാഹുവിന് മുമ്പിൽ വില പോകില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ കൂട്ടിക്കുഴിച്ച് ഗുണിച്ചാലും ഹരിച്ചാലും അള്ളാഹുവിന് മുമ്പിൽ നിങ്ങൾ വിനിയോഗിച്ച മേഖലയിലെ കണക്കുകൾ പരിശോധിക്കപ്പെടുമ്പോൾ ന്യായമായ നീതിപൂർവമായ മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പാദം ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കുക, അല്ലാഹു ചിന്തിക്കാനും കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ റബ്ബി തമ്മിം ബിൽ ഖൈരി വശ്ശആദ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.